അമേരിക്കയിലെ ഒരു ചെറിയ ലാബ്. ഒരാൾ നിശബ്ദമായി മൈക്രോസ്കോപ്പിൽ നോക്കുന്നു. അവന്റെ മുന്നിൽ ഒരു പെട്ടെന്ന് മരിച്ച ഫ്രോഗ് സെൽ. അവൻ ചോദിച്ചു, ഇത് പൂർണ്ണമായും മരിച്ചോ? സഹപ്രവർത്തകർ ചിരിച്ചു. ഡോക്ടർ, മരണം മാറ്റി എഴുതാനാകില്ല. പക്ഷേ അവൻ വിശ്വസിച്ചു, മരണം ബയോളജിയുടെ അവസാനമല്ല, ഒരു വിധത്തിൽ റീസ്റ്റാർട്ട് ചെയ്യാവുന്ന പ്രോസസ്സാണ്. അവൻ വർഷങ്ങൾ വീണ്ടും പരിശ്രമിച്ചു. സെല്ലുകളിലെ ഇലക്ട്രിക് പൾസ് വീണ്ടും പ്രവർത്തിപ്പിക്കാൻ ശ്രമിച്ചു. ഒരു രാത്രി അവന്റെ പരീക്ഷണ മേശയിൽ ഒരു മൗനം. അവൻ ഇലക്ട്രോഡ് സെല്ലിലേക്ക് കൊടുത്തു. 1 സെക്കൻഡ്, 2 സെക്കൻഡ്. അപ്പുറത്ത് മൈക്രോസ്കോപ്പിൽ നിന്ന് ഒരു ചെറിയ മൂവ്മെന്റ്. സെല്ല് വീണ്ടും ജീവിച്ചു. അവൻ ലിറ്ററലി ജീവനെ ഓഫ് ആക്കുകയും ഓൺ ആക്കുകയും കാണിച്ചു. ലോകം അത്ഭുതപ്പെട്ടു. അവന്റെ കണ്ടുപിടുത്തം പിന്നീട് മെഡിക്കൽ സയൻസിൽ റെവല്യൂഷൻ സൃഷ്ടിച്ചു. അതാണ് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷനിൽ ഉപയോഗിക്കുന്ന ക്രയോപ്രിസർവേഷൻ ടെക്നിക്സ്, അതായത് ബ്രെയിൻ ഡെത്ത് റീഡെഫിനിഷൻ, ലൈഫ് എക്സ്റ്റൻഷൻ റിസർച്ചിന്റെ അടിസ്ഥാനങ്ങളാണവ. അവൻ തെളിയിച്ചു, ജീവൻ ഒരു മിറക്കിൾ അല്ല, അതൊരു ഇലക്ട്രോ കെമിക്കൽ പാറ്റേൺ ആണ്. അവൻ നൽകിയ അത്ഭുതം, മരിച്ച സെല്ലുകളെ വീണ്ടും ജീവിപ്പിക്കാനുള്ള ബയോ ഇലക്ട്രിക് റിവൈവൽ തിയറി. ഇത് തന്നെയാണ് ഇന്നത്തെ റിജനറേറ്റീവ് മെഡിസിനും ക്ലോണിംഗിനും വഴി തുറന്നത്. ഇങ്ങനെ യഥാർത്ഥ ജീവിതം മാറ്റിയ ശാസ്ത്രകഥകൾ ഇനിയും അറിയാം. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും. ഈ കഥയിലെ നായകന്റെ പേരാണ് ഡോക്ടർ റോബർട്ട് ഒ ബേക്കർ.